ഇന്നലത്തെ 4ാം T20യിൽ സഞ്ജുവിൻ്റെ ഒരു അഴിഞ്ഞാട്ടമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. സഞ്ജു മാത്രമല്ല തിലക് വർമ്മയും അടിച്ചു കളിച്ചു. ഇന്നലെ സൗത്ത് ആഫ്രിക്ക തോറ്റ ശേഷം സൗത്ത് ആഫ്രിക്കൻ താരം മില്ലർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ ഇന്ത്യ പരമ്പര നേടിയിരിക്കുകയാണ്. 3-1 ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്. സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇത് വലിയ നാണക്കേടാണ്. ഇന്നലെ സൗത്ത് ആഫ്രിക്ക 4ാമത്തെ T20 തോറ്റ ശേഷം അവരുടെ സൂപ്പർ താരം മില്ലർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്ക് ഈ ഒരു പരമ്പര നഷ്ടമാകാൻ കാരണം സഞ്ജുവാണ്. സഞ്ജു 2 സെഞ്ചുറിയാണ് ഈ സീരീസിൽ നേടിയിട്ടുണ്ടായിരുന്നത്. സഞ്ജുവിനെ ആദ്യം തന്നെ പുറത്താക്കിയെങ്കിൽ ഞങ്ങൾക്ക് ഈ സീരീസ് ജയിക്കാമായിരുന്നു. ഞങ്ങളുടെ എല്ലാ പ്ലാനുകളും തെറ്റിച്ചത് സഞ്ജുവിൻ്റെ ഒറ്റ ഇന്നിങ്സ് ആണ്. സഞ്ജുവിനെ പോലെ ഒരു താരം ടീമിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കളി ജയിക്കാൻ സാധിക്കില്ല. സഞ്ജു വളരെ അപകടകാരിയാണ്. മറ്റൊരു ബാറ്റ്സ്മാനെയും ഞങ്ങൾക്ക് പേടിയില്ല. പക്ഷേ സഞ്ജുവിൻ്റെ ആറ്റിറ്റ്യൂഡ്, സഞ്ജുവിൻ്റെ ആ ബാറ്റിംഗ് ശൈലി, അതിനെതിരെ ഞങ്ങൾക്ക് ചെറുക്കാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ വലിയ പ്ലാനോട് കൂടിയാണ് 4ാമത്തെ T20യിൽ കളിക്കാൻ ഇറങ്ങിയത്. പക്ഷേ സഞ്ജു ഞങ്ങളുടെ പ്ലാനുകൾ തല്ലി തകർത്തു. സഞ്ജുവിൻ്റെ സെഞ്ചുറി ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സഞ്ജുവിനെ ഡെക്കിൽ പുറത്താക്കാനായിരുന്നു ഞങ്ങളുടെ പദ്ധതി. പക്ഷേ അതിനും സാധിച്ചില്ല. സഞ്ജുവിന് പുറമെ തിലക് വർമ്മയും അടിച്ചു കളിച്ചു. അതോടുകൂടി ഞങ്ങൾ കളി തോറ്റു. ഇനിയൊരു T20 സീരീസ് കളിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ടീം സഞ്ജുവിനെ കൊണ്ടുവരരുത്. ഞങ്ങൾക്ക് വീണ്ടും തോൽക്കാൻ സാധിക്കില്ല. ഞങ്ങൾക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. അതെല്ലാം കണ്ടെത്തി അടുത്ത സീരീസിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് സൗത്ത് ആഫ്രിക്കൻ താരം മില്ലർ വ്യക്തമാക്കി. സഞ്ജുവിനെയാണ് എല്ലാ ടീമുകളും പേടിക്കുന്നത്. പണ്ട് ഓപ്പണിംഗിൽ രോഹിത് ശർമ്മയെ എങ്ങനെയാണ് പേടിച്ചത്, അതുപോലെയാണ് ഇപ്പോൾ ടീമുകൾ സഞ്ജുവിനെ പേടിക്കുന്നത്. സഞ്ജുവിന് ഒരു നല്ല സ്റ്റാർട്ട് ലഭിച്ചാൽ പിന്നെ സഞ്ജുവിനെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. സഞ്ജു കത്തിക്കയറും. പിന്നെ സഞ്ജു സെഞ്ചുറി അടിച്ചിട്ടേ നിർത്തൂ. അതാണ് സഞ്ജുവിൻ്റെ ആറ്റിറ്റ്യൂഡ്. സഞ്ജുവിനെ പോലെ ഒരു താരത്തെ ഇന്ത്യൻ ടീമിന് കിട്ടിയതാണ് ഇന്ത്യക്ക് ഏറ്റവും വലിയ ഗുണം. സഞ്ജുവിനെ ഇത്രയും നാൾ കളിപ്പിക്കാത്തത് BCCI ചെയ്ത വലിയ തെറ്റാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.